ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിസ്റ്റൺ ബോയ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടുള്ള മറീന ടാറ്റ മോട്ടോഴ്സിലാണുള്ളത്. നമ്മുടെ കൂടെ ഇന്ന് റിവ്യൂവിനുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടാറ്റയിൽ വന്നിട്ടുള്ള ടാറ്റ കേർവ് EV. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്ക് കാണാനായിട്ട്. കാരണം ടാറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ തന്നെയാണ് ടാറ്റ ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഈ ടാറ്റ കർവ് നമുക്ക് രണ്ട് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതായത് 45 കിലോ വാട്ട് ബാറ്ററിയിലും 55 കിലോ വാട്ട് ബാറ്ററിയിലും നമുക്ക് അവൈലബിൾ ആണ്. 45 കിലോ വാട്ട് ബാറ്ററിയിൽ നമുക്ക് ഏകദേശം 430 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത്. 55 കിലോ വാട്ട് റേഞ്ച് ആണെങ്കിൽ നമുക്ക് 503 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് 17 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെയാണ്. അത് എക്സ്ഷോറൂം പ്രൈസാണ്. ഓൺ റോഡ് പ്രൈസ് ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ബേസ് നോക്കാം. ഡിസൈൻ ബേസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ടാറ്റയുടെ ആ ഒരു കണ്ടിന്യൂഷൻ ഡിസൈൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി കവറായി പോകുന്ന ഒരു DRL ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ സെൻട്രലായിട്ട് നമുക്ക് ടാറ്റയുടെ ഒരു ലോഗോ കാണാം. ഈ ഒരു ലോഗോ തന്നെയാണ് ഇതിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ സ്പ്ലിറ്റ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതിൻ്റെ താഴായിട്ട് നമുക്ക് ചെറിയൊരു ഗ്രില്ല് കാണാം. അതോടൊപ്പം തന്നെ 360യുടെ ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 സെൻസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. 2 സൈഡിലും ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന് ഹെഡ് ലാമ്പ് വളരെയധികം ഒരു യുണീക്ക് സ്റ്റൈലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് അതേപോലെ ഫോഗ് ലാമ്പൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു താഴെ വരുന്ന ഈ ഒരു ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രോം ഫിനിഷും ഒരു ബ്ലാക്ക് ഫിനിഷും മിക്സ് ചെയ്തിട്ടുള്ള ഗ്രില്ലാണ്. ഏതായാലും നല്ല മനോഹരമായിട്ട് തന്നെ നമുക്കത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ടാറ്റ കേർവ് EV എന്ന് പറയുന്ന വാഹനം EVയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള എംബ്ലാണ് വരുന്നത്. കാരണം വൈറ്റും ബ്ലാക്കും. അതേ സ്ഥാനത്ത് ഈ ടാറ്റ കേർവ് തന്നെ നമുക്ക് പെട്രോൾ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പെട്രോൾ വേരിയൻറ്റിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോം ടൈപ്പിലുള്ള ഒരു ലോഗോ ആണ് വരുന്നത്. പിന്നെ നമുക്ക് 2 ഹെഡ്ലൈറ്റിൻ്റെ എവിടെയും ചെറിയൊരു വെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൈയൊക്കെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകുന്നുണ്ട്. അത് എയറോഡൈനാമിക് ഡിസൈനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടാറ്റ ഈ രീതിയിലുള്ളൊരു വെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ DRL ഇൻഡിക്കേറ്ററും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു ഡിസൈനാണ് നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 18 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് വരുന്നത്. അതേപോലെ ഇത് അലോയ് അല്ല, അത് സ്റ്റീൽ റിമാണ്, പ്ലാസ്റ്റിക് പാർട്ടാണിത്. കാരണം എന്താ വെച്ചാൽ സ്റ്റീൽ റിമിന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് ഇട്ടിട്ട് ഏകദേശം ഒരു അലോയ് ലുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പിയാനോ ബ്ലാക്കോട് കൂടിയിട്ടുള്ള ഒരു വീലാർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ ബ്ലാക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മിറർ ക്യാപ്പും വന്നിട്ടുള്ളത്. ഇവിടെ ഈ LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മിററിൻ്റെ താഴെ നമ്മുടെ 360 ക്യാമറയുടെ ആ ഒരു ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ .EV എന്നുള്ള ഒരു ചെറിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കേർവിലുള്ള പിയാനോ ബ്ലാക്ക് നേരെ കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ ഡിസൈനൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല, ഒരു പ്ലെയിൻ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോർ ഹാൻഡിലാണ്. ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. അതാ ഈ ഒരു രീതിയിൽ മാനുവലി കീടാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കാണാം. ഇൻ കേസ് എന്തെങ്കിലും ബാറ്ററി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓൾ അറൗണ്ട് സൈഡ് പ്രൊഫൈൽ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കൂപ്പേ ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. കൂപ്പേ ടൈപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലംബോർഗിനിയിലൊക്കെ സാമ്യ ആൾക്കാർ ആ ലംബോർഗിനിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ആ ഡിസൈനൊക്കെ അത്രയും ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ കൂപ്പേൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു പിയാനോ ബ്ലാക്കോട് കൂടിയിട്ടുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ കേർവ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ 2 ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത്. നല്ല ഈ ഒരു ബാക്ക് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ലുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ ടെയിൽ ലൈറ്റ് വരുന്നതും അതിലും മനോഹരമായ രീതിയിൽ തന്നെയാണ്. അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കേർവായിട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു ലാമ്പും ഇവിടെയുള്ള ഈ ഒരു ലാമ്പുമാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കത്തുന്നത്. അതേപോലെ റിവേഴ്സിലേക്ക് വരുന്ന റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കൂടെ തന്നെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ ഇങ്ങനെ കവറായി പോകുന്നുണ്ട്. അതേപോലെ ടെയിൽ ലൈറ്റിൻ്റെ എവിടെയും ബ്ലാക്ക് ഡിസൈൻ കവറായി പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെത്തി ഒരു കർവില്ലേ, ആ ഒരു കർവ് എന്നുള്ള പേരിനോട് വളരെയധികം സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ഒരു യുണീക്ക് ഡിസൈൻ. നമ്മളിതിന് മുമ്പ് ഏതൊരു വണ്ടിയിലും ഈ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും മനോഹരമായി തന്നെയാണ് ഇത് അവിടെ കണ്ടോ, നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മളെ വീലാർച്ചിൻ്റെ അവിടെ വരുന്ന ആ ഒരു ബ്ലാക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ കവറായി
ബോഡി മൊത്തം കവറായി പോകുന്ന ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്കിഡ് പ്ലേറ്റും കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുട്ടിന് ലെവലാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്രയും നല്ലൊരു ബാക്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരുവിധം ഇന്ത്യൻ റോഡുകളും ചെറിയൊരു ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പരീക്ഷിക്കാം. മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഷാർക്ക് ഫിൻ ആൻറ്റിന. അത് ആ ഒരു സൈഡിലായിട്ട് സെൻട്രലായിട്ട് തന്നെ നല്ല മനോഹരമായ രീതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ നമുക്ക് സ്പോയിലർ കാണാം. ഇങ്ങനെ ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഒരു കേവായിട്ടുമാണ് വന്നിട്ടുള്ളത്. കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അതായിരിക്കും ഇതിനൊരു എന്താ പറയുക മാച്ചിങ്. പിന്നെ അതേപോലെ കൂപ്പേ ഡിസൈനിനുള്ള ആ ഒരു ബാക്കിലെ ഗ്ലാസ് കാണാം. ഡീഫോഗർ ഇവിടെ ഗ്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പോയിലറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും, ചിലപ്പം ആരൊക്കെ ലുക്കായിരിക്കും. ഇനി ഏതായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെ ബട്ടനാണ്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൂട്ട് ഓപ്പൺ ആകുന്ന രീതിയിലാണ്. ഇതാ 500 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാക്കുവാണെങ്കിൽ സുഖപ്രദമായ രീതിയിൽ കിടന്നുറങ്ങിപ്പോവാം, അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ JBL ഒരു സബ് വൂഫർ കാണാം. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, JBL നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ചാർജറും ചെറിയൊരു ആക്സസറി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എന്നിട്ട് കണ്ടോ വിശാലമായ സ്പേസ്, അത്രയും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, കുറേ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 എല്ലാ ഹുക്കും നമുക്ക് 1 kg ആണ് പെർമിഷൻ ടാറ്റ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൽ കൂടുതലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മതിയായിരിക്കും, കാരണം ടാറ്റയുടേതായതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റി മാരകമായിരിക്കും. അതേപോലെ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിന് വീല് കാണാം. അതെല്ലാം ഇവിടെ സാധനങ്ങളുണ്ട്, നമുക്ക് കൂടുതലൊന്നും പൊക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പേർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ മനോഹരമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട്, ഫുഡ് സ്പേസ്. പിന്നെ ഇവിടെ പാർസൽ ഡ്രൈവ് ഉണ്ട്. പാർസൽ ഡ്രൈവ് അത്യാവശ്യം സ്ട്രോങ് ആണ്, അത്യാവശ്യം ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഇതിൻ്റെ പുറകു വശത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ നമുക്ക് മാനുവലി അല്ലെങ്കിൽ ഇവിടെ നെക്കിയിട്ടും നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ബൂട്ട് ക്ലോസായി. പിന്നെ നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് ആ കൂപ്പേ ഡിസൈൻ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ലാമ്പ് കത്തും, ഫ്ലഷ് ഡോർ ഹാൻഡിൽ. ഫസ്റ്റായിട്ട് കൊണ്ടുവന്നത് ഞാൻ വിചാരിക്കുന്നത് ടെസ്ലയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്ത്യയിലൊക്കെ നമുക്ക് XUV 700 നമുക്ക് ഈ ഒരു ഫ്ലഷ് ഡോർ കണ്ട് പരിചയം ഉണ്ടാവും, അല്ല ഫ്ലഷ് ഡോർ ഹാൻഡിൽ കണ്ട് പരിചയം ഉണ്ടാവും. ഇതാണിപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അലോയ് അല്ല, അതേപോലെ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഒരു പാർട്ട് മാത്രമാണ് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്, ഈ ഒരു ഭാഗം അലോയ് ആണ്. ഈ ഒരു പാർട്ട് മാത്രമാണ് പ്ലാസ്റ്റിക് വരുന്നത്. അതേപോലെ ഈ സെൻറ്റർ ക്യാപ്പും പ്ലാസ്റ്റിക് വരുന്നത്. അതേതായാലും ഒരു യുണീക്ക് ഡിസൈൻ തന്നെയായിട്ട് നമ്മൾ ഇതിനു മുമ്പ് വേറെ വണ്ടിയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വരുന്നത്. എക്സ്റ്റീരിയർ ഡിസൈൻ ഏകദേശം പാർട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് പോകാം. നമുക്ക് ഏതായാലും ഇനി ജസ്റ്റ് ഈ ബോണറ്റിൻ്റെ ഉള്ളുവശം എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഓ മൈ ഗോഡ്, കിട്ടി ഒറ്റ മോനെ. ജിമ്മിന് പോകണ്ട, ഈ വണ്ടി വാങ്ങിയാൽ അതിങ്ങനെ പിടിച്ചാക്കിയാൽ മതി, തന്നാലെ തടി പറയും, അജാതി വെയിറ്റ്, അടിപൊളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ ഏരിയ. ഇവിടെ നമുക്ക് ബാറ്ററി കാണാൻ സാധിക്കും. വൈപ്പറിലേക്ക് വെള്ളം നിറക്കുന്ന ഭാഗമാണിത്. പിന്നെ അതേപോലെ അതിൻ്റെ ലിക്വിഡൊക്കെ പാരുന്ന ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കുണ്ടോ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആക്ച്വലി വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ചാർജർ ഇതിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റുമെന്നുള്ളത് ആസ് വെൽ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം. പിന്നെ ചൂടാവുന്ന ഏരിയയാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. വല്ല ഐസ്ക്രീം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാട ചടപടാവും. പിന്നെ മാക്സിമം 5 kg ലോഡേ ഇവിടെ പറ്റുള്ളൂ കേട്ടോ, അതിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രേക്ക് ഓയിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ ക്യാപ്പ് മിസ്സിങ് ആണ്. വേറെന്താ, പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ അതിൻ്റെ കാര്യം സെൻട്രൽ ലോക്ക് മീറ്റർ കാര്യങ്ങളൊക്കെ. ഏതായാലും ബിൽഡ് ക്വാളിറ്റി അത് ടാറ്റ തന്നെ അടിപൊളിയാണ്. ടാറ്റ കേർവ് EV നിലവിൽ 3 വേരിയൻസിലാണ് അവൈലബിൾ ആയത്. അതായത് 45 kW ഷോർട്ട് റേഞ്ച് എന്നാണ് ടാറ്റേനെ വിളിക്കുന്നത്. അതിൽ നമുക്ക് 3 വേരിയൻറ്റും, അതേപോലെ 55 kW അതായത് ലോങ് റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു മോഡലിൽ നമുക്ക് 3 വേരിയൻറ്റ് ഈ വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് ബേസിക്കലി ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ചു വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടാറ്റ കോവിൻ്റെ ഇൻറ്റീരിയറിലാണ്. അടിപൊളി ഇൻറ്റീരിയറാണ്, ഒരു രക്ഷയില്ല. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പ്, ആമസോൺ അലക്സ, അതേപോലെ കുറേ സെറ്റിങ്സ്, EV, ക്ലൈമറ്റ് കൺട്രോളുണ്ട്. പിന്നെ JBLൻ്റെ മ്യൂസിക്കിൻ്റെ മൂഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ മീഡിയ, പിന്നെ മൂഡിലായിട്ട് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാം. ഫോൺ ക്വിക്ക് സെറ്റിങ്സ്. അതേപോലെ ഇതിൽ വരുന്നതാണ് നമ്മളെ 360 വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അതിപ്പോൾ ഫ്രണ്ടിലെ ക്യാമറയാണ്, സൈഡിലെ ക്യാമറ, ബാക്കിലെ ക്യാമറ, അതേപോലെ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാം. 2D പിന്നെ 3D നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ബാക്ക്, സൈഡ്, അതേപോലെ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ കറങ്ങി കളിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഫ്രണ്ട്, ബാക്ക് ഒന്നും പറയാനില്ല, ഒരു അടിപൊളി ഇതാണ്. ഒരു 360 വ്യൂ, നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് AC-ൻ്റെ ഫാന് ഇവിടെയും കൂട്ടാൻ പറ്റും, അതേപോലെ ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ്. ഇപ്പം നിലവിൽ റേഡിയോ ആണ് ഓൺ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഫോൺ കണക്ട് ചെയ്ത് അവിടെ കാണിക്കും. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് ബേസിക്കലായിട്ടുള്ളത്. കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള AC വെൻസ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇവിടെ ഒരു പ്രത്യേക ഡിസൈനുള്ള ഷേപ്പാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. സ്റ്റിച്ചിങ് കാണാം, പക്ഷേ ഇത് ഹാർഡ് ടച്ചാണ്. അതേപോലെ ഇവിടെ കുറേ ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ, അതേപോലെ 360 വ്യൂ നമുക്ക് ഇവിടെയും കാണാൻ, ഇവിടെയും അതിന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC-ൻ്റെ ഫാൻ കൺട്രോൾ, ഹീറ്റിംഗ് കൺട്രോൾ, അതേപോലെ AC കൺട്രോൾ, ഓട്ടോമാറ്റിക് AC ആണ്. പിന്നെ റിയറിലുള്ള ഡീഫോക്കർ സെറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ ഇവിടെ ചെറിയൊരു ഹോള് കാണാം, നമുക്ക് കീയും വെക്കാം. അതേപോലെ ഇവിടെ USB-C പോർട്ടും, അതേപോലെ USB 1A ഉണ്ട്. അതുപോലെ ഇവിടെ 12 സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗിയർ നോബ്. ഇതിപ്പോൾ പാർക്കിലാണ് വണ്ടി ഉള്ളത്. നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ സെറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഇവിടെയുള്ള ഇതിൽ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സിറ്റി മോഡ്, ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. പിന്നെ അതേപോലെ ഇലക്ട്രിക്കലി പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വയർലെസ് ചാർജറാണിത്. ഇവിടെ നമുക്ക് ഫോൺ വെച്ചാൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ അടിപൊളി കുഷിനോട് കൂടിയിട്ടുള്ള സീറ്റ്സാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഡോറ് നോക്കുകയാണെങ്കിൽ നമുക്ക് പിയാനോ ബ്ലാക്കിൻ്റെ ഷെയ്ഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു പില്ലറിന്മേൽ നമുക്കൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗിൻ്റെ ആ ഒരു ബാഡ്ജിങ് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ക്രീനാണ് വന്നിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അതിൽ നമുക്ക് ടയർ പ്രഷറിൻ്റെത് കാണിക്കാം, അതേപോലെ ഇനി എത്ര റേഞ്ച് ഓടും എന്നുള്ളത് കാണിക്കാം, അതേപോലെ കിലോമീറ്ററിൻ്റെത്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ 101 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത്. അത് നമുക്ക് അവിടെ കാണിക്കാനായിട്ട്. പിന്നെ സ്റ്റിയറിംഗ് അതിമനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. പക്കാ സ്മൂത്താണ് കേട്ടോ വണ്ടി. ഇപ്പോൾ എന്താ പറയുക, നിർത്തിയിട്ടിട്ട് തിരിക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ട് ഒറ്റ വിരലുകൊണ്ട് കറക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ടാറ്റ കർവിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ബട്ടൺസ്, അതേപോലെ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ്, ലൈൻ അസിസ്റ്റൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മിറർ ഇവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്ക് AC വെൻസ് ഉണ്ട് നോർമൽ പോലെ. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺസ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഡ്രൈവറിനെ അടുപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റിംഗ് ഉണ്ട്. സ്പോർട്സ് മോഡിൽ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാഡൽ ഷിഫ്റ്റിൻ്റെ 2 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഏതായാലും അടിപൊളി ലുക്കാണ് ടാറ്റ കർവിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള സൺറൂഫ് കാണാം. പനോരമിക് സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് 1 ടച്ചിൽ തന്നെ ഓപ്പൺ ആകുന്ന രീതിയിൽ തന്നെയാണ്, സ്മൂത്തായിട്ട് ഓപ്പൺ ആവും. അതേപോലെ തന്നെ നമുക്കിവിടെ 1 ടച്ചിൽ ക്ലോസ് ആവുന്ന രീതിയിലും കൂടിയാണ് വന്നിട്ടുള്ളത്. അതോടുകൂടി തന്നെ ഈ ഒരു കവറും ഈ ഒരു കർട്ടനും ക്ലോസ് ആയി വരും. അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ടാറ്റ കർവിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതേപോലെ JBLൻ്റെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ JBLൻ്റെ ബാഡ്ജിങ് അവരവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡോർ പാഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും മനോഹരമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ഇങ്ങനെ സ്ലോയിലാണ് ഓപ്പൺ ആയി വരിക. അതേപോലെ ഇവിടെ ചെറിയ ഫയൽ വെക്കാനുള്ള സ്പേസും, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ 2 കപ്പ് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേതല്ല അടിപൊളിയായി. ഇനി നമ്മുടെ ഈ ഒരു ടാറ്റ കർവിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട്. അതിൻ്റെ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഈ ഒരു സീറ്റിൻ്റെ ബട്ടണ്
ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോറിൽ വരുന്ന ഒരു അംബ്രല്ല ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ. അത് ആ ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. ഒരു അംബ്രല്ലയുടെ ചിഹ്നം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് എയർ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയും അതേപോലെ ബാക്കിലൊക്കെ എയർ ബാഗിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സാധനം സീറ്റ് ബെൽറ്റ് നമുക്ക് പുൾ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഹുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കാണുന്നുണ്ടോ അറിയില്ല, ഈ ഒരു ഭാഗത്തൊരു ഹുക്ക് ഉണ്ട്. അതേപോലെ ആ ഭാഗത്ത് ഹുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെയും ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഹുക്ക് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഈ ഒരു സ്പേസ് തന്നെ അത്യാവശ്യം നല്ല സൗകര്യം ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ടാറ്റ കേവ് EVൻ്റെ കീ. ഒരു അടിപൊളി കീ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല EV എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം, ലോക്ക് അൺലോക്ക്, അതേപോലെ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനം ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഉള്ളൊരു ഓപ്ഷനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഒരു കീ ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വാഹനം കാണാൻ അത് ഏത് ബ്രാൻഡിൻ്റെ കീ ആണെന്ന് മനസ്സിലാവില്ല. കാരണം ടാറ്റയുടെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ .EV എന്ന് അറിയുന്നവർക്ക് അറിയാം ഇത് ടാറ്റയുടെ വാഹനമായിരിക്കും എന്നുള്ളത്. ഏതായാലും അടിപൊളി ഒരു പ്രീമിയം ലുക്ക്, നല്ല ഒരു എന്താ പറയുക, കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഫീലുണ്ട്, അടിപൊളിയായിട്ട് തോന്നുന്നു. എന്താ ചെയ്യുക, ഫ്രണ്ടിലെ വിശേഷങ്ങൾക്ക് ശേഷം ഇനി ജസ്റ്റ് പുറകിലുള്ള സീറ്റ്സിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. നമുക്ക് ബാക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ടാറ്റ കേവ് EVയുടെ ബാക്ക് സീറ്റ് അല്ലെങ്കിൽ ബാക്ക് റോ. 3 ആൾക്ക് സുഖം. അപ്പം ഞാൻ ഇപ്പോൾ അത്യാവശ്യം തടിയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ പെടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരുന്നാലും ഇവിടെ നാട്ടിലുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എന്തായാലും 3 ആൾക്കാർക്ക് സുഖപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇരിക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇവിടെ സൈഡിൽ ചെറിയ റബ്ബറിൻ്റെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട്. അത് ഏതായാലും അടിപൊളിയായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് അവിടെ ഫിറ്റായി അവിടെ നിന്നോളൂ. മറ്റൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അതുണ്ടാവില്ല. പിന്നെ ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൺറൂഫിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രലിൽ ഇവിടെ AC വെൻസ് വരുന്നുണ്ട്. അതേപോലെ 45 വോട്ടിൻ്റെ ഒരു C-പോർട്ട് ചാർജറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതായാലും ഉഷാറായി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സി പോർട്ടായിട്ടുള്ള കേബിൾസാണ് അധികം എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക, യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ചൈൽഡ് സീറ്റിൻ്റെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതേതായാലും ഉഷാറായി. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ എവിടെ നോക്കിയാലും 5 സ്റ്റാർ ആയതുകൊണ്ട് ആ ഒരു ഈ ഒരു സീറ്റിനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്കിൽ ഹെഡ് റെസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ 2 ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പിന്നെ കൂപ്പ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹെഡ് റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കേവ് ടൈപ്പിലാണ് ഹെഡ് റൂം മേക്ക് ചെയ്തത്. ഏതായാലും ഡിസൈൻ ബ്രില്യൻറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ബാക്ക് റോയിലെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ നമുക്കവിടെ ക്രോം ഫിനിഷ് കാണാം. പിന്നെ ഒരു വൈറ്റും ബ്ലാക്കും വരുന്ന ഡിസൈനാണ്. പിന്നെ സ്പീക്കറിൻ്റെ അവിടെ ആ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ JBLൻ്റെ ബാഡ്ജിങ് ബാക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്റ്റോറേജ് ഏരിയയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാറ്റ കേവ് EVയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഏകദേശം ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒരു ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ടാറ്റ കേവിനെ കുറിച്ചും മറ്റേത് വാഹനങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിസ്റ്റൺ ബോയ്സ് എന്നാണ് നമ്മളെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് വരുന്നത്. അത് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കൗണ്ട് ചെയ്തു തരും. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഒന്നും കൂടി നമ്മളെ ഫാമിലി മെമ്പറാകാൻ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.